സത്യത്തിൽ ചാണ്ടി ഉമ്മന് കോൺഗ്രസ്സിൽ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, വയനാട് ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി, പരിഗണിച്ചില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമുണ്ട്, അതുപോലെ പ്രയാസവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, എന്നെ പരിഗണിച്ചില്ല. അദ്ദേഹം ഒരു MLA ആണ്. അതുമാത്രമല്ല, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. രാഹുലും ഒക്കെ അവിടെ ഇലക്ഷനെ നേരിട്ടപ്പോൾ ആദ്യം പോയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്കലാണ്. ഇതൊക്കെ സത്യത്തിൽ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അവിടെ പോയി കമന്ന് വീഴുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ പോയത്. അപ്പോൾ ഇത് വെറും പ്രഹസനം മാത്രമാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനെ ആ പ്രദേശത്ത് മുൻപേ വിളിക്കണമായിരുന്നു. ഉമ്മൻചാണ്ടിയോട് അത്ര സ്നേഹമുണ്ടായിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനെ ഈ സ്ഥലത്ത് പാലക്കാട് പ്രവർത്തിക്കാൻ വിളിക്കണമായിരുന്നു ആദ്യം. അവിടെയും അദ്ദേഹത്തെ തഴഞ്ഞു നിങ്ങൾ ഒറ്റപ്പെടുത്തി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോട് അത്ര സ്നേഹമൊന്നുമില്ല. ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യം. അദ്ദേഹത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മനെ നിങ്ങൾ തഴയുകയില്ല. അത് പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡൻ്റായാലും മറ്റ് നേതാക്കളൊക്കെയും അവിടെ എല്ലാം അറിവോടെയാണ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത്. വളരെ നാളുകൊണ്ട് ഈ പാർട്ടിയിൽ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായ പരിഗണന അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ല. ഒറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം അദ്ദേഹത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ആയതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെയൊക്കെ നേതാക്കന്മാർ പെരുമാറുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മനെ എങ്ങും മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയില്ലായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകത്തുള്ളായിരുന്നു, ഒരു പ്രവർത്തകനായിട്ടേ കാണുകയുള്ളായിരുന്നു. അപ്പം അപ്പൻ മരിച്ചതുകൊണ്ട് ആ സ്ഥാനത്ത് ചാണ്ടി ഉമ്മൻ്റെ പേര് വന്നപ്പോഴും പലരും അതിനെ വിമർശിച്ചു, പലരും എതിർത്തു. അത് ശരിയല്ല, കൊടുക്കരുത്. അവരുടെ ഇടയിൽ തന്നെ അതിനെതിരെ ശക്തമായിട്ട് നിലപാടുകൾ പലരും പറഞ്ഞിരുന്നു. അവസാനത്തെ തീരുമാനമാണ് ചാണ്ടി ഉമ്മന് തന്നെ കൊടുക്കണം എന്നുള്ളത്. കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇടപെട്ട്, ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഇടപെട്ടു, ഭാര്യ ഇടപെട്ടു, അവരുടെ ബന്ധുക്കൾ ഇടപെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തെ അവിടെ ആ മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ്റെ പേര് വന്നത്. ചാണ്ടി ഉമ്മൻ അങ്ങനെയാണ് അവിടെ ജയിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ചാണ്ടി ഉമ്മനെ ഇവർ അംഗീകരിക്കത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഒരു MLA ആയി തീർന്നത്. MLA ആയി തീർന്നിട്ടും വേണ്ടതായ പരിഗണന അദ്ദേഹത്തിന് പാർട്ടി ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. വളരെ കറക്റ്റാണ്. കാര്യം കോൺഗ്രസ്സിൽ അങ്ങനെയാണ്. പുറമേ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയോട് വലിയ സ്നേഹവും കരുണയും ഒക്കെ കാണിക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തൊക്കെ കോൺഗ്രസ്സുകാർ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാലത്തും ചാണ്ടി ഉമ്മൻ കോൺഗ്രസ്സിൽ നിൽക്കേണ്ടതല്ല. അല്ലെങ്കിൽ ആ കുടുംബം അത്രമാത്രം അദ്ദേഹത്തെയും
അതായത് ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെ അവർ ദ്രോഹിച്ചവരാണ് കോൺഗ്രസ്സുകാർ, തഴഞ്ഞവരാണ്. അയാൾ ഭരണത്തിലിരിക്കുമ്പോൾ ഒറ്റയാൾ പോരാട്ടമാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. അയാൾക്ക് സപ്പോർട്ട് ആരുമില്ല, കോൺഗ്രസ്സിലെ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. അപ്പം സപ്പോർട്ട് ആരുമില്ലായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പോരാടി, മരണം വരെ ഒറ്റയ്ക്ക് അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് ഇത്രമാത്രം വിഷമമുണ്ടായിരുന്നു. കൂടുന്നവരാരും അദ്ദേഹത്തെ സഹായിക്കാനില്ലായിരുന്നു. അദ്ദേഹം സുഖമില്ലാതെ കിടന്നു, മരണത്തിൻ്റെ വക്കിലെത്തിയ അദ്ദേഹത്തെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒരു പാർട്ടിക്കാരുമില്ലായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരുമില്ലായിരുന്നു. സഖാവ് പിണറായി വിജയന് ഈ സംഭവം അറിഞ്ഞ് അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഉമ്മൻചാണ്ടി കുടുംബത്തിലേക്ക് വിട്ട് മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു പിണറായി സർക്കാർ, അല്ലെ പിണറായി വിജയൻ. അപ്പം മരണം വരെയും സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി, ഒരു സഹായവും ചെയ്യാതെ. മരണപ്പെട്ടപ്പോഴാണല്ലോ അവരൊക്കെ ഇറങ്ങി തിരിച്ചത്, വിലാപയാത്രയൊക്കെ ഉണ്ടാക്കിയത്. അതിനും ബൈബിളായിരുന്നു കോൺഗ്രസ്. പിന്നല്ലേ വേണുഗോപാലൊക്കെ ഏറ്റെടുത്തത്, ചിലവുകൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് ഏറ്റെടുത്തത്. അതിനു മുമ്പ് എവിടായിരുന്നു ഇവർ? അപ്പം ഇതാണ് ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയിലുള്ള അനുഭവം. അതുതന്നെയാണ് മകനോട് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഈ പൊരുത്തക്കേട്. അദ്ദേഹത്തിന് ഒരു പദവിയില്ല, അദ്ദേഹത്തിന് ഒരു സ്ഥാനവും കോൺഗ്രസ്സിലില്ല. അദ്ദേഹത്തെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തെ തള്ളിക്കളയുന്നു. അദ്ദേഹത്തിൻ്റെ മനോവിഷമം കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ തള്ളിക്കളയുന്നു. സത്യമാണത്. അപ്പനുണ്ടായ അതേ അവസ്ഥയാണ് ജീവനോടിരിക്കുന്ന മകൻ ഉമ്മൻചാണ്ടിക്കും എന്ന് കോൺഗ്രസ്സുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഇടപെട്ടിരിക്കുന്നു. വി ഡി സതീശൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഞങ്ങൾ കൂട്ടായ തീരുമാനങ്ങൾ എടുത്താണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ പരിഗണിച്ചില്ല? നിങ്ങൾ മാറ്റി നിർത്തി. അപ്പം അത് തെറ്റായ ഒരു നടപടിയല്ലേ നിങ്ങൾ ചെയ്തത്. അപ്പം നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ.